ഇപ്പോൾ കാണുന്നത് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുള്ള പ്രതീകാത്മകമായ പ്രതിഷേധമാണ്. ഒരിക്കൽ ഏത് പൊതിച്ചോറിനെയാണോ കഴിഞ്ഞ 8 വർഷമായി കേരളത്തിലെ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ പൊതിച്ചോറ് വിതരണം നടത്തുന്നുണ്ട്. കോടിക്കണക്കിന് മനുഷ്യരിലേക്കും രോഗികളിലേക്കും കൂട്ടിരിപ്പുകാർക്കും അവർ ജാതി മതം രാഷ്ട്രീയം നോക്കാതെ പൊതിച്ചോറ് നൽകിയിട്ടുണ്ട്. ആ പൊതിച്ചോറിനെ അപമാനിച്ച, ആക്ഷേപിച്ച, അനാശാസ്യം എന്ന് വിളിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അഴിക്കുള്ളിലാകാൻ പോകുമ്പോൾ ആ പൊതിച്ചോറ് ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന് കാണുന്നത്. സാർക്ക് എത്രത്തോളം വലിയൊരു പോലീസ് വിന്യാസം അവിടെയുണ്ട് കോടതിക്ക് മുന്നിൽ? ഡിവൈഎഫ്ഐ നേതാക്കൾ സംസാരിക്കുകയാണ്, കേൾക്കാം. അത് രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിഷേധാത്മകമായിട്ട് നമ്മൾ കൊടുക്കുന്നു. ആ രീതിയിൽ തന്നെ. കാരണം അയാൾ നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും നമ്മളെ സമൂഹത്തിന് മുമ്പിലുണ്ട്. അത് എത്രത്തോളം വൾഗറായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. കേരളത്തിനകത്ത് ഏകദേശം 77ഓളം ആശുപത്രികളിൽ ഒരു ദിവസം ഡിവൈഎഫ്ഐ ഏകദേശം 47,000-ഓളം പൊതിച്ചോറ് വിതരണം ചെയ്യുന്നുണ്ട്. ആ പൊതിച്ചോറിനെയാണ് അനാശാസ്യ പ്രവർത്തനം എന്ന് ഈ കേരളത്തിനകത്ത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിനകത്തുള്ള വലിയ പ്രതിഷേധം ഈ കേരളത്തിനകത്ത് അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ പ്രതിഷേധമാണ് ഇവിടെ. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പട്ടിണി കിടക്കേണ്ടി വരില്ല, ഡിവൈഎഫ്ഐ പൊതിച്ചോറ് കൊടുക്കുന്നത് നമ്മളിവിടെ പ്രഖ്യാപിക്കുകയാണ്. അത്തരത്തിലൊരു നിലപാട് നേരത്തെ ആര് സൂചിപ്പിച്ചതിന് സമാനമായ അതേ നിലപാട് തന്നെയാണ് ഡിവൈഎഫ്ഐ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. രാഹുൽ കാസർഗോഡ് വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ വർഷങ്ങളായി നടത്തുന്ന ഹൃദയപൂർവ്വം പദ്ധതിക്ക് എതിരെ ഇത്തരത്തിൽ ചില കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പരസ്യമായി ഇത്തരത്തിൽ ഹൃദയപൂർവ്വം പദ്ധതിയെ അംഗീകരിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അഭിനന്ദിക്കുന്ന രീതിയിലേക്കുള്ള നിലപാടുമായി മുന്നോട്ടേക്ക് വന്നപ്പോൾ അതിനെതിരെ ഏറെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചത്, അതിനെതിരെ ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ അത്തരത്തിൽ അന്ന് രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ച എന്നുള്ള രീതിയിൽ തന്നെ കാണാൻ കഴിയും. ഇവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത് 8 ദിവസമായി പല നാടുകളിൽ ഓടി ഒളിച്ചു നിൽക്കുന്ന രാഹുലിന് കാസർഗോഡ് ജില്ലയിൽ എത്തിക്കഴിഞ്ഞാൽ വലിയൊരു അപമാനം, അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു യുവജന സംഘടന കൃത്യസമയത്ത് മറുപടി നൽകേണ്ടത്, അതാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് പ്രദേശത്ത് വെച്ചാണോ ആ പൊതിച്ചോറിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ അപമാനിച്ചത്, കാസർഗോഡ് വെച്ചായിരുന്നു ആ പ്രതികരണം. അതേ കാസർഗോഡ് ഇപ്പോൾ അഴിക്കുള്ളിലാകാൻ പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ 8 ദിവസമായി പല ഭാഗത്ത് ഒളിച്ചോടുകയാണ്. ആ ഒളിച്ചോടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് പട്ടിണി കിടക്കേണ്ടി വരില്ല, ഞങ്ങൾ പൊതിച്ചോറ് നൽകുമെന്ന് പറഞ്ഞ ഇതിലും വലിയ രീതിയിൽ ഒരു മറുപടി, ഒരു രാഷ്ട്രീയ മറുപടി കൊടുക്കാൻ കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിന്. എന്തായാലും ഡിവൈഎഫ്ഐ അവിടെ പൊതിച്ചോറുമായി കാത്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പൊതിച്ചോറ് സ്വീകരിക്കാൻ, കോടതിയിൽ കീഴടങ്ങാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിക്ക് മുന്നിലേക്ക് എത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. രാഹുൽ കാസർഗോഡേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കോടതി അടയ്ക്കാതെ 2 മണിക്കൂർ കോടതി സമയം കഴിഞ്ഞിട്ടും ജഡ്ജി ആ കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയിൽ കാത്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം, മുൻകൂർ ജാമ്യമില്ല എന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് ഉച്ചയ്ക്ക് 2:15 തീരുമാനിച്ചത്. പ്രഥമ ദൃഷ്ട്യാ ചാർത്തിയ എല്ലാ കുറ്റങ്ങളും, ബലാത്സംഗ കുറ്റങ്ങളടക്കം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്നാണ് കോടതിയുടെ ഒറ്റവാചകത്തിലുള്ള വിധി. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ പ്രതിക്ക്, രാഹുൽ മാങ്കൂട്ടത്തിന്, പാലക്കാട് MLA ക്ക് ജാമ്യം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എടുത്ത നിലപാട്.